പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. ഈ പാഠത്തിലെ ലെറ്റസസ് ആണ് അല്ലെ. ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് ആസിഡുകളും ആൽക്കലികളും എന്താണെന്നാണ്. അതുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ലെറ്റസസിൽ വന്നിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇതെല്ലാവരും നോട്ടിൽ എഴുതണം കേട്ടോ. First question, the pH values of different soil samples are given. Which of the soil should be treated with lime? വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് ലൈം ഉപയോഗിക്കേണ്ടത്? ഇവയിൽ ഏതിലാണ് ലൈം ഉപയോഗിക്കേണ്ടത് നോക്കി നോക്കൂ. A 7, B pH വാല്യൂ 5, C D 8 and 9. മക്കളെ, pH വാല്യൂ 7 എന്ന് പറയുന്നത് ഏതിന്റെ pH വാല്യൂ? pH വാല്യൂ ഓഫ് വാട്ടർ ആണ് അല്ലെ. അപ്പൊ വാട്ടറിലല്ല നമ്മൾ ലൈം ചേർക്കേണ്ടത്. ലൈം എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലിയാണ്. ദെൻ pH വാല്യൂ 5 എന്ന് പറയുന്നത് ബിലോ 7 ഏതാണ്? അസിഡിക് നേച്ചർ ആണ് അല്ലെ. സോയിൽ അസിഡിക് നേച്ചറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആൽക്കലി ഉപയോഗിക്കുന്നത്. ലൈം എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലിയാണ്. നോക്കൂ, 8ഉം 9ഉം എബവ് 7 ആണ്. അതെന്ന് പറയുന്നത് ആൽക്കലി നേച്ചർ ആണല്ലേ, 8ഉം 9ഉം. അപ്പൊ നമുക്ക് ഇവിടെ ഏതിലായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക? 5ലാണ് അല്ലെ. 5 എന്ന് പറയുന്നത് എന്താണ്? അസിഡിക് നേച്ചർ കൂടുതലാണ് മണ്ണിൽ. അവിടെ അസിഡിക് നേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ലൈം ഉപയോഗിക്കും. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഏതായിരിക്കും? അസിഡിക് നേച്ചർ pH വാല്യൂ 5 ഉള്ള സോയിലായിരിക്കും. ആൻസർ ശ്രദ്ധിക്കൂ. ദ സോയിൽ വിത്ത് pH വാല്യൂ 5 ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ലൈം. എന്താണ്? pH വാല്യൂ 5 ഉള്ളതിലാണ് നമ്മൾ എന്തിൽ ട്രീറ്റ് ചെയ്യേണ്ടത്? ലൈം, കുമ്മായം ഇടേണ്ടത്. ബിക്കോസ് ലൈം ഈസ് ആഡഡ് ടു ദ സോയിൽ വിത്ത് ആസിഡിക് നേച്ചർ. ലൈം എന്തിലാണ് ആഡ് ചെയ്യുക? ആസിഡിക് നേച്ചറുള്ള, ആസിഡ് സ്വഭാവമുള്ള മണ്ണിലാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ലൈം, കുമ്മായം. കുമ്മായം എന്ന് പറയുന്നത് ആൽക്കലി സ്വഭാവമാണ്. അപ്പൊ ലൈം ആഡ് ചെയ്യുന്നത് ആസിഡ് സ്വഭാവമുള്ള മണ്ണിലാണ്. വെൻ ലൈം ഈസ് ആഡഡ്, എക്സസ് ആസിഡ് പ്രസന്റ് ഇൻ ദ സോയിൽ ഷുഡ് ബി ന്യൂട്രലൈസ്ഡ്. എന്താണ്? ലൈം ആഡ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതലുള്ള ആസിഡ് പ്രസന്റ് കൂടുതലുള്ള മണ്ണില് അത് നിർവീരീകരണം ചെയ്യും, അത് കുറയും. ആസിഡും ആൽക്കലിയും കൂടി ചേരുമ്പോൾ എന്താവും? അത് ന്യൂട്രലൈസ് ആവും അല്ലെ. ജലവും ലവണവും ഉണ്ടാവും, വാട്ടർ ആൻഡ് സോൾട്ട് ഉണ്ടാവും. അപ്പൊ ഇവിടെ അത് തന്നെ സംഭവിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഏതിലാണ് ലൈം ചേർക്കേണ്ടത്? pH വാല്യൂ 5 ഉള്ളതിലാണ്. കാരണം എന്താണ്? pH വാല്യൂ 5 എന്ന് പറയുന്നത് ആസിഡ് നേച്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when a magician rubbed white paper with a kerchief, red letters appear. എന്താണ്? ഒരു മാജിക്കുകാരൻ വെള്ളക്കടലാസിൽ തുവാല കൊണ്ട് തുളച്ചപ്പോൾ ചുവന്ന അക്ഷരങ്ങൾ തെളിഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് മൈറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ബൈ ഹിം? എന്ത് വസ്തുക്കളാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിരിക്കുക? വിനീഗർ, ടർമറിക്. വിനീഗർ എന്ന് പറയുന്നത് എന്താണ്? ആസിഡ് ആണ്. ടർമറിക് എന്ന് പറയുന്നത് ഒരു സൂചകമാണ് അല്ലെ. ദെൻ ലൈം വാട്ടർ, ഫിനോഫ്തലിൻ. ലൈം വാട്ടറും ഫിനോഫ്തലിനും, ലൈം വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ആസിഡ് ആണ്. ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലിയിലെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. ഫിനോഫ്തലിൻ ലൈം വാട്ടറിൽ ഉപയോഗിച്ച കളർ മാറ്റം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. സോപ്പ്, ഹിബിസ്കസ് ജ്യൂസ്. സോപ്പ് എന്ന് പറയുന്നത് ആൽക്കലിയാണ്. ഹിബിസ്കസ് ജ്യൂസ് എന്ന് പറയുന്നത് ഒരു സൂചകമാണ്. ഒന്നും സംഭവിക്കുന്നില്ല അല്ലെ. അടുത്ത് നോക്കൂ, നമ്മൾ ഹിബിസ്കസ് പേപ്പർ ആണ് ഉപയോഗിച്ചിരുന്നത് അല്ലെ. ഹിബിസ്കസ് ജ്യൂസ് സോപ്പിലേക്ക് വെച്ച് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. മീഥൈൽ ഓറഞ്ച്, സൾഫ്യൂരിക് ആസിഡ്. മീഥൈൽ ഓറഞ്ച്, സൾഫ്യൂരിക് ആസിഡ്, മീഥൈൽ ഓറഞ്ചും സൾഫ്യൂരിക് ആസിഡും കൂടി റിയാക്ട് ചെയ്യും അല്ലെ. കളർ ചേഞ്ച് ഉണ്ടാവും, നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഏതായിരിക്കും മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും? എസ്, മീഥൈൽ ഓറഞ്ചും സൾഫ്യൂരിക് ആസിഡുമാണ്. എന്താണ് സൾഫ്യൂരിക് ആസിഡിലേക്ക് നമ്മൾ മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്ന സൂചകം ഉപയോഗിക്കുമ്പോൾ അതിലെന്താണ്? കളർ ചേഞ്ച് സംഭവിക്കും അല്ലെ. അപ്പൊ അവിടെ ഏതായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? മീഥൈൽ ഓറഞ്ചും സൾഫ്യൂരിക് ആസിഡും ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ മക്കളെ. ആൻസർ മീഥൈൽ ഓറഞ്ച് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ സബ്സ്റ്റൻസ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. താഴെ തന്നിരിക്കുന്ന പട്ടികയിലെ വസ്തുക്കളെ തരംതിരിക്കുക, ക്ലാസിഫൈ ചെയ്യുക. നമുക്ക് ABCDF എന്ന് പറഞ്ഞ 6 സബ്സ്റ്റൻസസ്, വസ്തുക്കളാണ് നമുക്ക് തന്നിരിക്കുന്നത്. കളർ ഓഫ് റെഡ് ലിറ്റ്മസ്. റെഡ് ലിറ്റ്മസില് ബ്ലൂ. എന്താണ്? ബ്ലൂ. അപ്പോ അടുത്ത് റെഡ്. എന്താണ്? ചുവന്ന ലിറ്റ്മസിന്റെ നിറം റെഡ്. ബ്ലൂ എന്തിലാണാവോ മക്കളെ? ഓക്കെ, ബ്ലൂ ആവുന്നത് ആൽക്കലിയിലാണല്ലേ. ആൽക്കലിയാണ് റെഡിനെ എന്താക്കി മാറ്റുക? ബ്ലൂ ആക്കി മാറ്റുന്നത്. എന്താണ്? ആൽക്കലിയാണ് അല്ലെ. ദെൻ എന്താണ്? റെഡ് ബ്ലൂവിന്, അപ്പൊ റെഡ് ആക്കി മാറ്റുന്നത് എന്താണ്? റെഡ് ആവുന്നത് എന്താണ്? ആസിഡ് ആണ് അല്ലെ. ബ്ലൂവിനെ റെഡ് ആക്കുന്നത് ആസിഡ് ആണ് അല്ലെ.
അപ്പൊ അടുത്തും റെഡ്. അപ്പൊ അതിലും ചേഞ്ച് ഒന്നുമില്ല. പിന്നെ അടുത്ത് എന്താ റെഡ് ബ്ലൂ. അപ്പൊ റെഡില് റെഡ് ബ്ലൂ. അപ്പൊ അവിടെ കളേഴ്സിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അടുത്ത് നോക്കൂ ബ്ലൂ റെഡ് ബ്ലൂ. അപ്പൊ എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ 3ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ആസിഡുകള്, ആൽക്കലികള്, ദെൻ സോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റമൊന്നും സംഭവിക്കില്ല അല്ലെ. സോ നമ്മൾ കണ്ടു ആസിഡും ആൽക്കലിയും കൂടി ചേർന്ന ഒരു നമ്മുടെ ലായനിയിൽ സൊല്യൂഷനിൽ ആസിഡും ആൽക്കലിയും ചേർന്ന ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കളർ ചേഞ്ച് ഒന്നും സംഭവിച്ചില്ല അല്ലെ. അപ്പൊ ഇവിടെ കളർ ചേഞ്ച് സംഭവിക്കാത്തത് ഏതൊക്കെയായിരുന്നു? ഏതാ വന്നിട്ടുണ്ടായിരുന്നത്? റെഡ് ബ്ലൂ ഡി വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ എഫും വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഡിയും എഫ് എന്ന് പറയുന്നത് നമുക്ക് സാൾട്ട്സ് ആണ്, ലവണങ്ങളാണ്. ഇനി നോക്കൂ ബ്ലൂ എ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ബ്ലൂ ആവുന്നത് ബ്ലൂ എന്തിലാണ് ആവുക? യെസ്, റെഡിനെ ബ്ലൂ ആക്കുന്നത് ആൽക്കലികളാണ് അല്ലെ. റെഡിനെ ബ്ലൂ ആക്കുന്നത് ആൽക്കലികളാണ് അല്ലെ. ഇനി നോക്കൂ, അപ്പൊ ബ്ലൂ എന്ന് പറയുന്നത് ഏതായിരിക്കും? ആൽക്കലീസിൽ വരും. അടുത്ത അപ്പൊ എ എന്ന് പറയുന്നത് ആൽക്കലി ആണ്. ഇനി ബി നോക്കൂ, റെഡ് ആണ് അല്ലെ. അപ്പൊ ബ്ലൂവിനെ റെഡ് ആക്കുന്നത് എന്താണ്? ബ്ലൂവിനെ റെഡ് ആക്കുന്നത് ആസിഡ്സ് ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് എന്താവും? ആസിഡ് ആവും. അടുത്ത് നോക്കൂ, സിയും റെഡ് തന്നെയാണ്. അപ്പൊ സി എന്ന് പറയുന്നത് എന്ത് തന്നെയാവും? ആസിഡ് ആവും. അടുത്ത് നോക്കും മക്കളെ, ഡി എന്ന് പറയുന്നത് റെഡും ബ്ലൂ, മാറ്റമൊന്നുമില്ല. റെഡില് റെഡും ബ്ലൂ ആണ്. അപ്പൊ അത് എന്തായിട്ട് മാറും? ഡി എന്ന് പറയുന്നത് സോൾട്ട്സ് ആയിട്ട് മാറും. ഇതിനടുത്ത് ബ്ലൂ എന്ന് പറയുന്നത് എന്താണ്? റെഡിനെ ബ്ലൂ ആക്കി മാറ്റുന്നത് എന്താണ്? യെസ്, ആൽക്കലീസ് ആണ് അല്ലെ. റെഡിനെ ബ്ലൂ ആക്കി മാറ്റുന്നത് ആൽക്കലീസ് ആണ്. അപ്പൊ ഇ എന്ന് പറയുന്നത് ആൽക്കലി ആണ്. ദെൻ എഫ് എന്ന് പറയുന്നത് റെഡ് ബ്ലൂ, മാറ്റമൊന്നുമില്ല. അപ്പൊ എഫ് എന്ന് പറയുന്നത് സോൾട്ട്സ് ആവും. ആൻസർ നമുക്ക് ശ്രദ്ധിക്കാം. The given substances are classified into acid, alkali and salts. എന്താണ്? തന്നിരിക്കുന്ന വസ്തുക്കളെ നമുക്ക് ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. ഓക്കെ, ഇനി ആസിഡ് ഏതൊക്കെയാണ്? ബിയും സിയും. ടീച്ചർ പറഞ്ഞു അല്ലേ, ബിയും സി എന്താണ്? ചുവന്ന ലിറ്റ്മസിന്റെ നിറം ചുവപ്പ്, അത് നീലയിലാവുമ്പോ എന്താവും? ചുവപ്പാവും അല്ലെ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതാണ് എന്ത്? ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ബി എന്ന് പറയുന്നത് ആസിഡ് ആണ്, സി എന്ന് പറയുന്നതും ആസിഡ് ആണ്. ആൽക്കലിയും തന്നെ എയും എന്താണ്? ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നതാണ് ആൽക്കലി. അവിടെ നീല കളറായി ചുവന്ന ലിറ്റ്മസ് നീലയായി മാറി അല്ലെ. അപ്പോ ആൽക്കലി. സോൾട്ട്സ് എന്ന് പറയുന്ന മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പൊ ഡിയും എഫും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. വെൻ ബട്ടർ മിൽക്ക് സ്പിൽസ് ഓൺ എ മാർബിൾ ഫ്ലോർ എ സ്റ്റെയിൻ അപ്പിയേഴ്സ് ആഫ്റ്റർ സം ടൈം. വൈ? ബട്ടർ മിൽക്ക് മാർബിൾ തറയിൽ വീണ് കഴിയുമ്പോൾ അവിടെ ഒരു പാടുണ്ടാവും. എന്താണ് കാരണം എന്ന്? എന്തായിരിക്കും? ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ മോര് എന്ന് പറയുന്നത് ആസിഡ് ആണ്, ലാക്റ്റിക് ആസിഡ് ആണ്. ദെൻ മാർബിൾ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ആൽക്കലി ആണ്. അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ആസിഡും ആൽക്കലിയും കൂടി ചേരുമ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് ഫോം ചെയ്യുക? വാട്ടറും സോൾട്ടും ഫോം ചെയ്യും. അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ പാടായിരിക്കും എവിടെ കണ്ടിട്ടുണ്ടാവുക? മാർബിൾ തറയിൽ നമ്മൾ കണ്ടിട്ട്. നമുക്ക് നോക്കി നോക്കാം ആൻസർ. ബട്ടർ മിൽക്ക് കണ്ടെയ്ൻസ് ലാക്റ്റിക് ആസിഡ്. ബട്ടർ മിൽക്കിൽ എന്തുണ്ട്? ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. മാർബിൾ ഈസ് കാൽസ്യം കാർബണേറ്റ്. മാർബിൾ എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. When buttermilk spills on a marble floor, acid and alkali reacts with each other and form water and salts. ടീച്ചർ പറഞ്ഞത് തന്നെയാണ് അല്ലെ. ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ്, മാർബിള് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലി ആണ്. അപ്പൊ വെൻ ബട്ടർ മിൽക്ക് സ്പിൽസ് ഓൺ എ മാർബിൾ ഫ്ലോർ, ബട്ടർ മിൽക്ക് മാർബിൾ ഫ്ലോറിൽ വീണ് കഴിയുമ്പോൾ ആസിഡും ആൽക്കലിയും കൂടി റിയാക്ട് ചെയ്യും. ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ലാക്റ്റിക് ആസിഡ്. മോര് എന്ന് പറയുന്നത് ആസിഡ് ആണ്. ആൽക്കലി എന്ന് പറയുന്നത് മാർബിൾ എന്ന് പറയുന്നത് ആൽക്കലി ആണ്. കാൽസ്യം കാർബണേറ്റ് ഇത് രണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അവിടെ വാട്ടറും സോൾട്ടും ഉണ്ടാവും. ദിസ് സോൾട്ട് കോസസ് ദ സ്റ്റെയിൻ ടു അപ്പിയർ ഓൺ ദ ഫ്ലോർ. ഈ ലവണമാണ് എന്തിന്റെ കാരണം? ഫ്ലോറിൽ പാടുണ്ടാവാനുള്ളതിന്റെ കാരണം. ഇതിനടുത്ത എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്, തുടർ പ്രവർത്തനങ്ങൾ. എക്സാമിൻ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് യൂസ്ഡ് അറ്റ് ഹോം ആൻഡ് ക്ലാസിഫൈ ദം ആസ് ആസിഡിക് ഓർ ആൽക്കലൈൻ. എന്താണ്? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും നിന്നും ആസിഡ് സ്വഭാവമുള്ളവയും ആൽക്കലി സ്വഭാവമുള്ളവയും തിരഞ്ഞെടുക്കുക. ആസിഡിന്റെ പ്രത്യേകത നമുക്ക് സോർ ടേസ്റ്റ് ആണ്, പുളിരുചിയാണ്. ദെൻ അടുത്ത എന്താണ്? നമ്മുടെ ആൽക്കലിയുടെ പ്രത്യേകത എന്താണ്? ബിറ്റർ ടേസ്റ്റ്. ബിറ്റർ അതായത് ഒരു കാര രുചി എന്നാണ് അത് ശരിക്കും പറയാം.
അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അസിഡിക് നേച്ചർ നിങ്ങൾ വീട്ടിലിത് എല്ലാവരുടെ വീട്ടിൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവൈലബിൾ ആവില്ല, എങ്കിലും വല്ലപ്പോഴൊക്കെ നമ്മൾ വാങ്ങും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നോക്കുക. ലെമൺ എന്ന് പറയുന്നത് ആസിഡ് നേച്ചറാണ്, പുളിരുചിയാണ് അല്ലേ. ഓറഞ്ച്, ടൊമാറ്റോ, ആപ്പിൾ, ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ എന്താണ്, നെല്ലിക്ക എന്ന് പറയുന്നത് എന്താ, പുളിരുചി തന്നെയാണ് അല്ലേ. പൈനാപ്പിളിന് നന്നായി പഴുത്തെങ്കിൽ നല്ല പുളിരുചി ഉണ്ടാവും അല്ലേ. ഗ്രേപ്സ് എന്ന് പറയുന്നത് എന്താ, മുന്തിരി. ഒണിയൻ, ടാമറിൻ എന്ന് പറഞ്ഞാൽ പുളി. ഇതിനൊക്കെ എന്ത് സ്വഭാവമാണ്, അസിഡിക് നേച്ചറാണ്. പിന്നെ അടുത്ത ആൽക്കലൈൻ നേച്ചർ. വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ എന്താണ്, തണ്ണിമത്തൻ. പയർ, ഡേറ്റ്സ് ഈന്തപ്പഴം, പംകിൻ മത്തങ്ങ, മഷ്റൂം. അടുത്തത് ആപ്രിക്കോട്ട്, സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ ചീര, ക്യാപ്സിക്കം, ബ്രൊക്കോളി, സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ്. ഇതിനൊക്കെ എന്ത് സ്വഭാവമാണ്, ആൽക്കലൈൻ നേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ആർ ദർ അതർ ഫ്ലവേഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് ദ ഹിബിസ്കസ്? എക്സാമിൻ. എന്താണ്, നമ്മൾക്ക് ഹിബിസ്കസ് പോലെ മറ്റ് പൂക്കള് സൂചകങ്ങളായി ഉപയോഗിക്കുന്നുണ്ടോ? യെസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ അല്ലേ, ഈ ഭാഗം എടുക്കുന്ന സമയത്ത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? The flowers used as indicators like hibiscus are clitoria എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, ശംഖുപുഷ്പം അല്ലെ. ടുലിപ്സ് ആൻഡ് ഒപ്പിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കറുപ്പ്. ഇതൊക്കെ എന്താണ്, നമ്മൾ സൂചകങ്ങളായി ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ 3ാമത്തെ പാഠത്തിന്റെ ലെറ്റേഴ്സ് കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും, മറക്കണ്ട. നെക്സ്റ്റ് സൺഡേ മെമ്മറി ടെസ്റ്റ് ഉണ്ടായിരിക്കും. എല്ലാവരും നന്നായി പഠിക്കുക, നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ടീച്ചർക്ക് കാണണം. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാധിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണം. ഓക്കെ, താങ്ക് യു.